ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്തുമസിൻ്റെ പിറ്റേന്നത്തെ ആട്ടോ. നമ്മൾ ക്രിസ്തുമസിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സൂചിച്ചിട്ട് ഇവിടെ വന്നതാണ്. പിറ്റേന്ന് ഉച്ച കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു പോകണമെന്നുള്ള തീരുമാനത്തിലാണ് വന്നത്. പിന്നെ സൂചേച്ചി ഞാനും കൂടി കണ്ടാൽ രാത്രിയിൽ ഉറക്കമേ ഇല്ലാതെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ തലേന്ന് രാത്രിയിൽ സൂചേച്ചി എനിക്കൊരു ടോപ്പൊക്കെ തയ്ച്ച് വന്ന് ഞങ്ങൾ കിടന്നപ്പോൾ സമയം 1:30 കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെയും കുറേ താമസിച്ച് എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ അടുക്കളയൊക്കെ സജീവമായി. ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ മുറ്റത്തോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മോനുക്കുട്ടൻ രാവിലെ സൈക്കിളിൽ കയറിയിട്ടുണ്ട്. ഇതുപോലെ സൈക്കിൾ ഭ്രാന്തൻ. നമ്മുടെ ഇവിടെ എങ്ങും ഇതുപോലെ സൈക്കിൾ ഓടിക്കാനുള്ള നിരപ്പായ സ്ഥലമൊന്നുമില്ല. എന്താ പറയുന്നത്, കൂടെ ഇരിക്കാൻ ആളില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മോനുകുട്ടൻ്റെ ഒരു സൈക്കിളൊക്കെ മേടിച്ചു കൊടുത്താൽ റോഡിലോട്ടൊക്കെ ഒന്ന് ഇറക്കി ഒന്ന് ഓടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പം മോനുകുട്ടൻ മാക്സിമം സൈക്കിളിൽ കയറി ഇങ്ങനെ നടക്കും. ചവിട്ടാനൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചപ്പാത്തിയും ഒരു മുട്ടയും എടുത്തുകൊണ്ട് അവിടെ ഇരുന്നു. ചായയൊക്കെ ഇട്ടു. എല്ലാവരും കൂടി കഴിച്ചു. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും താമസിച്ച് കഴിച്ചതെന്ന് തോന്നുന്നു. അവരൊക്കെ കഴിച്ച് വിശപ്പൊക്കെ അടക്കി കഴിഞ്ഞാണല്ലോ ഞാൻ എഴുന്നേറ്റ് വന്നത്. അപ്പം ചായയൊക്കെ കുടിച്ച് കഴിച്ചിട്ട് ഞാൻ പോയി മരുന്നൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ അവർ കൊച്ചുകൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിൽ അവരെ സഹായിക്കാൻ കയറിയിട്ടുണ്ട്. വീട്ടിലൊരു പണി ചെയ്യാത്തവളാണ്. അപ്പോൾ ഇതാ പറയുന്നത്, പെൺപിള്ളേരെ എവിടെ ചെന്നാലും അവരുടെ സാഹചര്യം അനുസരിച്ച് അങ്ങ് മാറിക്കോളൂന്നല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, ജോലിയൊക്കെ ചെയ്യാൻ അറിയാമല്ലേ എന്ന്. അവിടെ ആണെങ്കിൽ മാമി അടുക്കളയിൽ കിടന്ന് പാതിരാത്രി വരെ ജോലി ചെയ്താലും ചിലപ്പോൾ അനങ്ങാതിരിക്കും അവിടെ. പിന്നെ ദേ സുചേച്ചിയുടെ പൂച്ചക്കുട്ടികൾ എല്ലാവരും തടവിലിട്ടേക്കുവാണ്. രാത്രിയാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ അഴിച്ചു വിടും കേട്ടോ. വീടിനകത്തൊന്നും കയറാൻ സമ്മതിക്കത്തില്ല. മുറ്റത്തൊക്കെ ലാസ് ലോസി നടക്കുന്നതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കരിക്കൊക്കെ വെട്ടിച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരിക്ക് കുടിക്കുക. അപ്പോഴത്തേക്ക് സമയം ഒരു 11:30 ഒക്കെ ആയി കേട്ടോ. കരിക്ക് വെട്ടി കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. കരിക്ക് വെട്ടാൻ സത്യത്തിൽ അറിയാവുന്നവർ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് പൊതിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പൊതിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പൊട്ടിച്ച് പൂളി തിന്നാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടക്കുന്ന ചില കലാപരിപാടികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കുക്കുവും മുത്തും കൂടി ഇങ്ങനെയായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞോടി ഓടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പിന്നെ മാമിയായപ്പം കുറച്ചൊക്കെ വ്യത്യാസം വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അവളോടും ഇങ്ങനെ തന്നെ. കൊച്ചോളെ കണ്ടാൽ അവളോടും ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. കുക്കു ചേച്ചിയെന്നൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ പോലും മുത്തു വിളിക്കത്തില്ലായിരുന്നു. കുക്കുവേ കുക്കുവേ എന്നായിരുന്നു വിളിക്കുന്നത്. കാരണം അവർ ഒരേപോലെ ഇങ്ങനെ കളിച്ച് നടന്നതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ. പിന്നെ ഇപ്പം ഇച്ചിരി വലുതായതുകൊണ്ട് കുക്കു ചേച്ചി എന്നൊക്കെ വിളിക്കും. എന്നാലും മാമിന്ന് വിളിക്കത്തില്ല. അപ്പം കുക്കു എന്നോട് പറയുമായിരുന്നു മോനുകുട്ടൻ ഉണ്ടായപ്പം, ചേച്ചി ദൈവത്തെ ഓർത്ത് മോനുകുട്ടനെ കൊണ്ടെങ്കിലും മാമിന്നൊന്ന് വിളിപ്പിക്കണമെന്ന്. അപ്പോൾ മോനുകുട്ടൻ മാമി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു സമാധാനമുണ്ട്. ആദ്യം വെട്ടിയ 2-3 കരിക്ക് 2 കരിക്ക് ശരിക്കും എന്താ പറയുന്നത്, പാല് പോലെ ആയതേ ഉള്ളായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ കോരി തിന്നുമായിരുന്നു സ്പൂൺ വെച്ച്. പിന്നെ കരിക്കൊക്കെ നല്ല 2-3 വെട്ടി വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് പൂളിയൊക്കെ കഴിച്ചു. കരിക്ക് കുടിക്കുമ്പോൾ ഞാൻ നമ്മുടെ മാതള നാരങ്ങ വാങ്ങിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, കീമോയുടെ സമയത്ത് നമ്മളിതെല്ലാം കഴിച്ച് കഴിച്ച് അങ്ങ് മുരടിച്ച് അങ്ങ് മരവിച്ച് പോയി ഇത് കഴിച്ച് കഴിച്ച് എന്ന് പറഞ്ഞാലാണ് കരിക്കിൻ്റെ കാര്യം. കരിക്ക് എനിക്ക് എത്രയോ പേര് ഓരോ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് വെട്ടി വീട്ടിലെത്തിച്ച് തന്നിട്ടുണ്ടെന്നറിയാമോ. അതൊക്കെ എന്താ കൗണ്ട് കുറയുന്ന സമയത്ത്, നമുക്ക് ആഹാരം കഴിക്കാനൊന്നും പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന വിശിഷ്ട വസ്തുക്കളാണ് ഈ കരിക്കൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് കരിക്കിനോട് ഒരു മരവിപ്പും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. പക്ഷേ അനാർ അങ്ങനെയല്ല. അനാർ അങ്ങ് കഴിച്ച് കഴിച്ചങ്ങ് മടുത്ത സാധനമാണ്. അതിൻ്റെ മണം പോലും എനിക്ക് ആ പഴയ ഓർമ്മകൾ കൊണ്ടുവരും. പക്ഷെ കരിക്ക് നമ്മൾ പോകുന്ന വഴിക്ക് തിരുവനന്തപുരത്തൊക്കെ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്കൊക്കെ കരിക്ക് വിൽക്കുന്നിടമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വാങ്ങിയിട്ടൊക്കെ ഉപയോഗിച്ചാൽ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. നമ്മളെ അന്നും എന്നും നമ്മളെ സ്നേഹിക്കുന്നവർ ദൈവം നമ്മളിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. അവരൊക്കെ നമുക്കതൊക്കെ കൊണ്ട് തന്നിട്ട് ശരിക്കും അവരുടെയൊക്കെ കൈപുണ്യം കൊണ്ടാണ് ഇന്നും ഇങ്ങനെയൊക്കെ ചറ പറ സംസാരിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഉച്ചയായി. മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തുവാ സുചേച്ചി ആ മീനിൻ്റെ പേര് പറഞ്ഞ് ഞാൻ മറന്നുപോയി. മീൻ കറി വെച്ചു, അവിയൽ, പിന്നെ ഇതാണ് പഴം
എന്താ ഏത്തപ്പഴം കൊണ്ട് മോര് കാച്ചിയതാട്ടോ. ഒരു പ്രാവശ്യം അമ്മയൊക്കെ ആയിട്ട് വന്നപ്പം സുചേച്ചി പൈനാപ്പിൾ കൊണ്ട് മോര് കാച്ചിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അതാണെന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു പൈനാപ്പിൾ അല്ല ഏത്തപ്പഴമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ ഉണ്ടു. അത് കഴിയുമ്പോൾ നമുക്ക് കൊച്ചുപെണ്ണിനെ വിളിക്കാൻ പോകണം കേട്ടോ. കൊച്ചുമാളു NSSൻ്റെ ക്യാമ്പിന് പോയേക്കുവാന്ന് പറഞ്ഞില്ലേ. അപ്പം സുചേച്ചിയും കൊച്ചോളും കൂടെ അങ്ങോട്ട് പോകാൻ ഇറങ്ങുവാണ്. അപ്പോൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ വരും. കൊച്ചോളെ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്നറിയോ? ഞങ്ങളങ്ങ് പോയാലോ എന്ന് ഓർത്തിട്ടാട്ടോ. ഞാൻ പറഞ്ഞു കൊച്ചുമാളുവിനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുങ്ങി നിൽക്കാം, എന്നിട്ട് അവളെ കണ്ടിട്ട് അങ്ങ് പോകാമെന്ന്. അപ്പോൾ അത് പറ്റത്തില്ല, ഞാൻ വിടത്തില്ല. വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാ കേട്ടോ. എന്തായാലും അന്നത്തെ യാത്ര നടന്നില്ല. ആ ചേച്ചി വന്നില്ലേ? ഞാൻ ചേച്ചി തുടങ്ങി. ഇങ്ങനെ അത് കെട്ടിച്ചു വിടുമ്പോ എന്തോ ചെയ്യും? ആ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, അവൾ ക്യാമ്പിന് പോയി ഇത്രയും ദിവസം സുചേച്ചിയുടെ അടുക്കൽ നിന്ന് മാറി നിന്നപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് ഞങ്ങൾ ദേ ഇവിടെ ഈ വീട്ടിലോട്ട് വന്ന് പഞ്ചാര മണ്ണൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് ഇവിടെ നമ്മുടെ ശ്രീദേവിയൊക്കെ ഉണ്ട് കേട്ടോ. ശ്രീദേവിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേപ്പർ വർക്കുകളാണിതൊക്കെ. അടിപൊളി നല്ല ഭംഗിയുള്ള കുറേ പേപ്പർ, കളർ പേപ്പർ വെച്ചതാ ഇതേപോലെ പൂക്കളും കിളികളും നക്ഷത്രവും അങ്ങനെ എന്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് സുചേച്ചിയുടെ അവിടെ ഇരിപ്പുണ്ട്. ശ്രീദേവിയൊക്കെ എടുക്ക വന്ന് സുചേച്ചി എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ഈ നക്ഷത്രം എനിക്ക് തരാമെന്ന് ശ്രീദേവിയൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എടുത്തിട്ട് വരാൻ മറന്നുപോയി. നമ്മൾ ഈ വഴി അങ്ങോട്ട് കടവിലോട്ട് പോകാൻ ഇറങ്ങിയത്. അപ്പോൾ അക്കയുടെ അടുക്ക കയറി ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക് കവർ വെച്ചൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല രസമില്ലേ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്കയെ ഞാനൊന്ന് കാണിച്ചു തരാമേ. ഇതൊക്കെ ഉണ്ടാക്കിയ ആളിനെ കൂടെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാതിരിക്കുന്നത് മോശമല്ലേ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് കൊതി തീരാതെ ഞാൻ കുറേ വീഡിയോ ഒക്കെ അങ്ങ് എടുത്തതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാണ്ട് ഈ കിളികളുടെയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. കുറേ കിളികളുടെ ഉണ്ട്. അപ്പുറത്ത് ദേണ്ട മയിലും വേറൊരു കിളി ഉണ്ട്, പഞ്ചവർണ്ണ കിളിയാന്ന് തോന്നുന്നു. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പൂക്കളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ എടുത്തിട്ട് വരാൻ മറന്നുപോയി. ഇനിയും പോകുമ്പോഴാട്ടെ എന്തായാലും ഞാൻ ഒരെണ്ണം അടിച്ചുകൊണ്ട് പോരും. അപ്പോൾ ഇവിടെ എല്ലാം നിറയെ ആ തെണ്ണയ്ക്കോട്ട് കയറുന്നിടത്തെല്ലാം നിറച്ചു ഇതൊക്കെ തന്നെ കേട്ടോ. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ആൾ. കണ്ടോ നല്ല ഭംഗിയല്ലേ. കാട്ടിക്കൂടെ എവിടെ കയറി പോവാണോ ദൈവമേ. സുചേച്ചി പറഞ്ഞു തരുന്ന വഴിയാണ്. വല്ല കുഴിയിലും ചെന്ന് ചാടുവോ? ആ എനിക്ക് വീഡിയോ എടുക്കണം. അയ്യോ
എന്താ ഈ കായ നിൽക്കുന്നേ? ഏ ആ മാങ്ങ പൊതളങ്ങ കഴിച്ച ചത്തു. വാ വേണ്ട ഇങ്ങോട്ട്. പ്രായം എത്രയായി? ഏതൊക്കെ ഇറങ്ങി പറഞ്ഞേ? ഐ പാട്ടുകാരികൾ വരുന്നല്ലോ പുറകെ വെള്ളം വെള്ളം അന്ന് വന്ന് മാങ്ങ പറിച്ച് ഓർമ്മയുണ്ടോടാ? വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അത് അവളും പൊങ്ങി കിടക്കും. എല്ലാവരും ഇവിടുത്തെ എല്ലാവരും പൊങ്ങി കിടക്കും. ഞാനും അമ്മയും സൂചേച്ചി മോനും താന്നു. എല്ലാവരും തെന്നുവേ. എന്താണ്ട് വരുന്നു. അവിടെ എന്തുവാ ഏതാണ്ട് വരുന്നു. പടിയുണ്ട്. അമ്മേന്ന് അമ്മേ. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം വന്നപ്പോഴും കടവ് വിട്ടില്ല. കടവത്ത് തോണിയടുക്കുമ്പോൾ എന്തായാലും ആ പാട്ട് എനിക്ക് അത് മൊത്തം അറിയത്തില്ലല്ലേ, പാടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു വെച്ച് നമ്മൾ ഇനി അങ്ങ് തിരിച്ചു പോവാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുവഴിയാണ് വന്നത്. നമ്മൾ ഇത്തവണ എന്തുവാ കാടും മേടും താണ്ടി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നടന്ന് വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഷാജേണം വന്നിട്ടുണ്ടായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞ്. ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചായിരുന്നേ. എന്ന് വെച്ചാൽ മോനുക്കുട്ടൻ അതുവഴി ഐസ്ക്രീം കൊണ്ടുപോവല്ലോ. അത് കൊണ്ടുപോയപ്പം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നത് എനിക്ക് എന്തോ മടിയാണ്. അതുകൊണ്ട് ഏതായാലും എല്ലാം നല്ലതല്ല, എന്നാലും ഇത്തിരി കൂടി ഒരു ഹൈജീനിക്കായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് കടവിലൊക്കെ പോകുമ്പോൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട്
കുറച്ച് ഐസ്ക്രീമൊക്കെ നമ്മുടെ അവിടെ ഒരു കടയിൽ കയറി വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് സൂചേച്ചി ഷാജിയണ്ണനും കൂടെ നമ്മൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യമായിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഡ്രസ്സ് തയ്ക്കുവാന്ന്. അപ്പോൾ ആ വീടിൻ്റെ പാലുകാച്ച് ചടങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സൂചേച്ചിയും ഷാജിയണ്ണനും കൂടെ അവിടെ പോകാൻ തുടങ്ങുക. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുത്തിയിട്ട് അവർ രണ്ടുപേരുടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ഞങ്ങൾ അവിടെ ഇരുന്ന് എന്താ പറഞ്ഞേ സെറ്റ് കളിച്ചു, കള്ളനും പോലീസും കളിച്ചു. ഇങ്ങനെ കളിക്കുമ്പോൾ കള്ളനാവുന്നത് ഒരു ഹരമാണല്ലേ. കള്ളനാവുമ്പോൾ കള്ളത്തരമില്ലാതെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതിരിക്കുന്നത് ഒരു രസമാണ്. എന്തുവായിരുന്നു നമ്മുടെ സ്പെഷ്യൽ? ബിരിയാണി, പൊറോട്ട. ഞാൻ ബിരിയാണിയാണ് എനിക്ക് ചിക്കൻ കണ്ടപ്പോഴേ മതിയായിരുന്നു. ഒരു കാലായിരിക്കും ഞാൻ അങ്ങനെ വെച്ചാലേ ഞാൻ പിന്നെ കരുവാറ്റം പോയി. നിങ്ങൾക്ക് പൊറോട്ടയും കറിയും അവിടെ ചെന്ന് പൊറോട്ടയും കറിയും മേടിച്ചു കഴിഞ്ഞപ്പോൾ ഊക്കട അപ്പോൾ സൂചേച്ചിയും ഷാജിയണ്ണനും ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ ഒരു 9:30 ആയി. ഞങ്ങൾക്ക് പൊറോട്ടയും കറിയും മേടിച്ചിട്ട് വന്ന് ബീഫ് കറിയും ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു നമുക്കിന്ന് നേരത്തെ അങ്ങ് കിടക്കണം, ഇന്നലെ 1:30 ആയില്ലേ കിടന്നപ്പോഴെന്നൊക്കെ കേട്ടോ. അപ്പോൾ ചോറും കറികളൊന്നും ആർക്കും വേണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലാക്കി. ഇന്നലെയോ 1:30-2 മണിയായി കിടന്നപ്പം ഇന്നെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം കടയിൽ ആളില്ല, അജിയണ്ണൻ ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോഴത്തേക്ക് എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് നേരത്തെ കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മോനുക്കുട്ടൻ ഞങ്ങളുടെ കൂടെ കിടക്കാൻ വന്നിരിക്കുക. ഞാനും സൂചേച്ചിയും കൂടെ ഈ കട്ടിലേക്ക് കിടക്കുന്നത്. പിന്നെ ഒരുവിധം പറഞ്ഞ് മോനുക്കുട്ടനെ അപ്പുറത്ത് കട്ടിലേക്ക് കൊണ്ട് കിടത്തി എല്ലാവരും കിടന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.